നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് പ്രശസ്ത പ്രൊഡ്യൂസറും നടനുമായ മധുസൂദനൻ മാവേലിക്കരയാണ്. അദ്ദേഹത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അദ്ദേഹത്തിനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. നമസ്കാരം സാർ. നമസ്കാരം. നമുക്ക് ചോദ്യത്തിലേക്ക് തന്നെ കിടക്കാം. തീർച്ചയായിട്ടും. സാറ് ഈ സിനിമയിലേക്ക് വരാനുണ്ടായ സാഹചര്യം, അല്ലെങ്കിൽ സിനിമയിലേക്ക് കടക്കാനുണ്ടായ സാഹചര്യം, അതൊന്ന് സാറൊന്ന് വിശദമായിട്ട് പറഞ്ഞാൽ നന്നായിരുന്നു. തീർച്ചയായിട്ടും. 2005 IV ശശി എന്ന് പറയുന്ന സംവിധായകൻ ദുബൈയിൽ എൻ്റെ വീട്ടിലൊരു ദിവസം വരികയാണ്. അത് എൻ്റെ ഒരു സുഹൃത്ത് ആണ് കൊണ്ടുവരുന്നത്. ഈ സുഹൃത്തിന് സിനിമാ കമ്പം കൊണ്ട് IV ശശിയുടെ പല ഡയറക്ടേഴ്സിൻ്റെ അടുക്ക പോയി ഒരുപാട് ചാൻസുകൾ ചോദിച്ചു. അങ്ങനെ ഡയറക്ടേഴ്സ് ഒന്നും കൊടുത്തില്ല ചാൻസ്. അങ്ങനെ ഈ എൻ്റെ സുഹൃത്ത് നേരെ മദ്രാസിൽ പോയി ശശിയേട്ടനെ കാണുകയാണ്. അങ്ങനെ ശശിയേട്ടൻ പറഞ്ഞ്, ഇപ്പോൾ എനിക്ക് സിനിമയൊന്നുമില്ല, നമുക്ക് ദുബൈയിലുള്ള ആരോടെങ്കിലും പോയി കണ്ട് സംസാരിച്ച് നമുക്ക് ഒരു 3-4 പ്രൊഡ്യൂസേഴ്സിനെ സംഘടിപ്പിച്ച് സിനിമ എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അദ്ദേഹം ഈ എൻ്റെ സുഹൃത്തും ഇതുമായിട്ട് ഒരു ദിവസം എൻ്റെ ദുബൈയിലുള്ള വീട്ടിൽ വരും. അങ്ങനെ ശശിയേട്ടൻ എന്നോട് പറഞ്ഞ, നമുക്കൊരു സിനിമ എടുത്താൽ എന്താ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, നമുക്ക് എത്ര ഇൻവെസ്റ്റ്മെൻ്റ് ആകുമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമുക്ക് 1 രൂപ ഉണ്ടെങ്കിൽ, 1 CR ഉണ്ടെങ്കിൽ, അന്നത്തെ കാലമാണ് 1 CR എന്ന് പറയുന്നത്, 1 CR ഉണ്ടെങ്കിൽ നമുക്ക് ഒരു സിനിമ എടുക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ശരി, അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ നോക്കട്ടെ, എൻ്റെ 1-2 സുഹൃത്തുക്കളുണ്ട്, അത് അവരുമായിട്ടും സംസാരിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ സുഹൃത്തുക്കളുമായിട്ട് സംസാരിച്ചപ്പോൾ അവരെല്ലാം വില്ലിങ്ങായി. അങ്ങനെയാണ് വാസ്തവം എന്ന് പറയുന്ന സിനിമയ്ക്ക് തുടക്കമിടുന്നത്. ഈ ശശിയും ബാബു ജനാർദ്ദനോട് ഒരു വൈക്കത്തമ്മയുടെ ഒരു വീട്ടിലിരുന്ന് 3 വർഷത്തോളം ഇരുന്നാണ് ഈ കഥ ഉണ്ടാക്കുന്നത്. യാദർശികമായിട്ട് ശശിയേട്ടൻ അതെടുക്കാൻ പറ്റാതെ വന്നു. കാരണം അതിൻ്റെ കൂടെ കാരണം പറയാം. കാരണം നമ്മൾ ഇതിൻ്റെ ഷൂട്ടിങ്ങിൻ്റെ ഡേറ്റ് ഫിക്സ് ചെയ്ത്, വാസ്തവത്തിൻ്റെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ബൽറാം വേഴ്സസ് താരാദാസ് എന്ന് പറയുന്ന സിനിമ കുറേ ബാക്കിയുണ്ടായിരുന്നു. ഉടനെ തന്നെ ഇതിൻ്റെ പ്രൊഡ്യൂസറായ അദ്ദേഹത്തിൻ്റെ പേര് മറന്നുപോയി, എൻ്റെ സുഹൃത്താണ്, അദ്ദേഹം വിളിച്ച് പറഞ്ഞ്, ശശി ഉടനെ തന്നെ ഈ പടം നമുക്ക് ചെയ്യണം, ഇന്ന ഡേറ്റിന് തുടങ്ങണമെന്ന് പറഞ്ഞു. അങ്ങനെ ആണ് ശരിക്കും പറഞ്ഞാൽ ശശിയേട്ടൻ അത് എടുക്കാനും ബൽറാം വേഴ്സസ് താരാദാസ് എടുക്കുകയും അത് സ്റ്റാർട്ട് ചെയ്യുകയും ഇത് പത്മകുമാറിനെ ഏൽപ്പിക്കുകയും ചെയ്തു. ഇതാണ് സംഭവിച്ചത്. അപ്പോൾ ശശിയേട്ടനെ കൊണ്ട് പിന്നീട് ഞാൻ ഒരു സിനിമ പ്ലാൻ ചെയ്തു. അതാണ് കാലാ ബസാർ എന്ന് പറയുന്നത്. അത് ടി ദാമോദരൻ മാഷാണ് അതിൻ്റെ കഥ എഴുതിയത്. ശശിയേട്ടൻ ടി ദാമോദരൻ മാഷും കൂടെ ഏതാണ്ട് 3-4 വർഷം നമ്മുടെ എറണാകുളത്തെ ഒരു ഹോട്ടലിൽ ഇരുന്നാണ് ആ സ്റ്റോറി എഴുതുന്നത്. ഈ സ്റ്റോറിയുടെ അതിൻ്റെ പേരാണ് ഞങ്ങൾ ഡിക്ലെയർ ചെയ്തു. എല്ലാം അതിൻ്റെ പൂജകളും കാര്യങ്ങളുമൊക്കെ നടത്തി. പക്ഷേ സിനിമ നടന്നില്ല. കാരണം ഞാനും ശശിയേട്ടനോട് പല ആർട്ടിസ്റ്റിൻ്റെ അടുക്ക പോയിട്ട് ഇങ്ങനെ ഡേറ്റ് ചോദിച്ചപ്പോൾ പല ആർട്ടിസ്റ്റിനും അവർക്ക് ഡേറ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള നമുക്കറിയത്തില്ല, കറക്റ്റായിട്ട് അറിയത്തില്ല. പക്ഷേ ഇപ്പോൾ ഡേറ്റ് ഇല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ അത് ഇങ്ങനെ നടക്കാതെ പോയി. അങ്ങനെ ശശിയേട്ടനായിട്ട് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ വളരെ അടുത്ത, മരിക്കുന്നിടം വരെ വളരെ അടുത്ത സുഹൃത്ത് ബന്ധമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിനെ വെച്ച് എനിക്കൊരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയില്ല. എനിക്ക് ഇന്നും ആ ഒരു വിഷമം മനസ്സിൽ കിടപ്പുണ്ട്, പറ്റിയില്ലല്ലോ എന്നുള്ളത്. അങ്ങനെയാണ് ഞാൻ സിനിമയിൽ വരുന്നത്, പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് വരുന്നത്. അങ്ങനെയാണ് ഈ വാസ്തവം സിനിമ ഫസ്റ്റിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. വാസ്തവം സിനിമയ്ക്ക് പൃഥ്വിരാജിന് സ്റ്റേറ്റ് അവാർഡ് ഉണ്ടായിരുന്നു. അറിയാമല്ലോ എല്ലാവർക്കും. വാസ്തവം സിനിമ നല്ലൊരു സിനിമയാണെന്ന് എല്ലാവരും പറയുന്നുണ്ട്. ഇപ്പോഴും അത് ചാനലിലൊക്കെ വരുന്നുണ്ട്, ആൾക്കാർ കാണുന്നുണ്ട്. പല ആർട്ടിസ്റ്റും എന്നെ കണ്ടിട്ട് ഇങ്ങനെ ഞാൻ വാസ്തവം സിനിമ എടുത്ത പ്രൊഡ്യൂസ് ചെയ്ത ഒരാളാണെന്ന് പറഞ്ഞപ്പോൾ
പലരും പറഞ്ഞ് ഞങ്ങൾ മിക്കവാറും ആ സിനിമ കാണാറുണ്ട്, ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ കാസറ്റ് ഇട്ട് കാണാറുണ്ടെന്ന് പോലും എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതെനിക്ക് ഒരു വലിയ അഭിമാനമാണ്. കാരണം എപ്പോഴും ആർട്ടിസ്റ്റ് ഇട്ട് കാണുന്നു എന്ന് പറയുമ്പോൾ തന്നെ ആ സിനിമയ്ക്ക് അത്രയും ക്വാളിറ്റി ഉണ്ടായിട്ടാണല്ലോ, ഇല്ലെങ്കിൽ കാണത്തില്ല. അങ്ങനെയാണ് ഈ വാസ്തവം സിനിമ ഉത്ഭവിച്ചത്. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യുക.